എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇഞ്ചി ഇടിപ്പഴക. എന്ത് രസം പാടി വെച്ചിരിക്കുന്നത്. അത് ശരിക്കും ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ ഒരു ഭാഷയുടെ അല്ലേ, അതും പ്രത്യേകിച്ച് ഒരു കൊഞ്ചലും ഒക്കെ കൂടെ. അത് ശരിക്കും കമലഹാസൻ സാറുണ്ടായിരുന്നു. സാറുണ്ടായിരുന്നു, ഒരു കമല എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു, അക്ക അവിടുത്തെ കുറെ കോറസ് ഒക്കെ പാടണം, ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരെ അത് പാടിപ്പിച്ചു. അപ്പം അതിൽ അവർ എങ്ങനെയാണത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തേക്കണേന്ന് നമുക്ക് സത്യത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ അവർ പറയണത് എൻ്റെ വെർഷനാണ് എടുത്തതെന്നാണ് അന്ന് പറഞ്ഞത്. അതൊന്ന് പാടും. അത് എന്തെങ്കിലും സാർ കമലഹാസൻ സാർ എന്തെങ്കിലും പറഞ്ഞു തന്നില്ല? അയ്യോ, സാറാണ് ആ എക്സ്പ്രഷൻ. നമുക്കറിയില്ലല്ലോ, നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ അതിൻ്റെ എങ്ങനെയാ. പുള്ളിയുടെ വിഷ്വൽസ് എല്ലാം ആളുടെ മൈൻഡിലുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് സാറ് വെറും കാത്ത താങ്ക വരുത് എന്ന് പറയാൻ പറഞ്ഞത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ പാട്ടിന്റെ രണ്ടുപേരും അത് ഫുൾ സോങ് ജാനകിയമ്മയാണ് പാടിക്കണേ. ചേച്ചി ഞാൻ ആ ചെറിയൊരു പോർഷൻ മാത്രം, ആ ഇഞ്ചിയുടെ പഴക മഞ്ച ചേവ പഴക കള്ള ചീരി പഴക വെറുക്കാത്തത് അങ്ങ് വെറുതെ എന്ന് പറയും. അതൊരു അല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് പറയുമ്പോൾ നമുക്ക് സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് തോന്നിയില്ല. അത് പക്ഷെ ഒട്ടും എൻ്റെ ഒരു ഇതേ അല്ല അത് സാറ് എങ്ങനെ പറഞ്ഞു തന്നോ അതാണ് അതാണ് പാടിയത്. ഇപ്പൊ അതുപോലെ റഹ്മാൻ സാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, ലതാ മങ്കേഷ്കർ, ആശ ഭോസ്ലെ, ജാനകി അമ്മ ഇവരെല്ലാം കൂടെ ചേർന്നതാണ് ചേച്ചിന്ന്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? കാരണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പാട്ടുകാർ എല്ലാം ചേച്ചിയിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്താ തോന്നണമെന്ന് എനിക്കതിന് വാക്കുകളില്ല പറയാൻ. എല്ലാത്തിനും നന്ദി മാത്രം, ദൈവത്തിന് നന്ദി. അതുപോലെ രസകരമായിട്ട് കാര്യം ചെയ്യട്ടെ ചേച്ചി, അന്ന് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇതല്ല. അന്നൊക്കെ ഭയങ്കര ആരാധക വൃന്ദം ഉണ്ടായിരുന്നിരിക്കില്ലേ, നിറയെ കത്തുകൾ വരുന്നു, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ രസകരമായ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? കത്തുകൾ ഇഷ്ടംപോലെ വരുമായിരുന്നു. അതൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ അന്ന് വേറെ മാധ്യമം ഇല്ലല്ലോ. അതെ, ഒരുപാട് കത്തുകൾ വരും. അപ്പൊ ആർക്കും ഞാൻ മറുപടി ഒന്നും അയച്ചിട്ടില്ല. എല്ലാ കത്തുകളും ഒന്നും നമുക്ക് വായിക്കാനും പറ്റിയിട്ടില്ല. ഇല്ല മോനെ, ആ സമയത്തെ തിരക്ക് അങ്ങനെയാണ്. അത് ഇങ്ങനെ വെറുതെ നമ്മൾ പറയുമ്പോ അത് പിന്നെ ഒരു എഴുത്ത് വായിക്കാൻ നേരമില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതായിരുന്നു സത്യം. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണെന്ന് അവിടെ കുറെ സെലിബ്രിറ്റി പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടു. എന്നിട്ടും ഞങ്ങളുടെ ജോയി ചേട്ടൻ തട്ടിയെടുത്തിരിക്കുകയാണ്. ശരിയാണോ ചേച്ചി? ശരിയാണ്. എന്നിട്ട് എന്താ അതൊക്കെ വേണ്ടെന്ന് വെച്ചേ? ഞങ്ങളുടെ കല്യാണം നേരത്തെ ഉറപ്പിച്ചില്ലേ? അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല അങ്ങനെയല്ല. എൻ്റെ അപ്പച്ചന് എൻ്റെ സേഫ്റ്റിയാണ് ആള് ആഗ്രഹിച്ചത്. അല്ലാതെ ജീവിതം, ഒരു കുടുംബജീവിതം എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോൾ സേഫ് ആയിരിക്കണം അല്ലേ എല്ലാവരും. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക. മക്കള് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതാണ് എൻ്റെ അപ്പച്ചൻ ചെയ്തത്. അത് കറക്റ്റ് 100-ൽ 110%. കാരണം മിൻമിനി എന്നൊരു ഗായികയെ മലയാളത്തിന് സംബന്ധിച്ച് അപ്പച്ചൻ ഇങ്ങനെ ഒരു എന്താ പറയുക, അപ്പച്ചൻ സമ്മാനിച്ചു. അപ്പച്ചൻ എനിക്ക് ജോയിച്ചനെ സമ്മാനിച്ചു. ഇത് ചേച്ചി എല്ലായിടത്തും പറയുന്നുണ്ട്, മക്കൾ രണ്ടുപേരും നന്നായിട്ട് പാടും. ഇപ്പം ഇന്നലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ കണ്ട് നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചേച്ചി അവരൊരു പിന്നണി ഗായക രംഗത്തേക്ക് വരാൻ? രണ്ടുപേരും കാനഡയിലാണ്, രണ്ടുപേരും പഠിക്കുന്നത് സംഗീതവുമാണ്. അവർക്ക് ഇഷ്ടം വെസ്റ്റേൺ മ്യൂസിക്കാണ്, അവർക്ക് ചെയ്യാൻ ഇഷ്ടം അതാണ്. പക്ഷെ അവർ രണ്ടുപേരും മലയാളം സോങ്സും ഹിന്ദിയും തമിഴൊക്കെ അസലായിട്ട് പാടും. പക്ഷെ അവർക്ക് അങ്ങനെ ഇങ്ങനെ സിനിമ എന്നുള്ളൊരു മേഖല, അങ്ങനെ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നിയിട്ടില്ല. അവര് കണ്ടിട്ടുള്ളത് സിനിമയിൽ പാടുന്ന മമ്മീനെ അല്ല.
അവരുടെ കൂടെ ആയിരുന്ന മമ്മീനെയാണ് അവർ കണ്ടിട്ടുള്ളത്. കണ്ടിട്ടുള്ളത്.